ഹൈ ഡിയേഴ്സ്, ഇന്നലെ ഇട്ടതിൻ്റെ സെക്കൻഡ് പാർട്ടാണിത്. അപ്പോൾ ഇന്നലെ നമ്മൾ ഒരു വലിയൊരു പുഴുവിനെ കണ്ട് അതിനെല്ലാം കൊന്നു കളഞ്ഞില്ലേ. അപ്പോൾ ഇന്നും രാവിലെ ഞാൻ എണീറ്റ് ആദ്യം തന്നെ ഇതിൻ്റെ അടുത്തേക്കാണ് വന്ന് ഇതിൻ്റെ വേറെ ആരെങ്കിലും സിസ്റ്റേഴ്സോ ബ്രദേഴ്സോ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി വന്നതായിരുന്നു. ഭാഗ്യത്തിന് ആരുമില്ല. എന്നാലും ചെക്ക് ചെയ്യലാണ് എല്ലാ ഇലകളുടെ അടിയിൽ ഒന്ന് നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റിയെങ്കിൽ അതിനെ പിടിച്ച് അങ്ങ് കൊന്നു കളഞ്ഞാൽ മതി. അതേ അതിന് നിവൃത്തിയുള്ളൂ, വേറെ ഒരു മാർഗവുമില്ല. അതുപോലെ തന്നെ ഇതിന് ഒരു ഒറ്റ ചെടിയിലുള്ള പൂക്കളാണിത്. ഒരുപാട് പൂക്കൾ തരുന്ന ഒരു സുന്ദരി അഡീനിയങ്ങളിൽ ഒന്നാണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു അഡീനിയങ്ങളിൽ ഒന്നാണ്. അതുപോലെ തന്നെ ഇതിന് വെർമി കമ്പോസ്റ്റും എല്ലുപൊടി 15 ദിവസം കൂടുമ്പോൾ മാറി മാറി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ചാണകത്തിൻ്റെതിനേക്കാളും വെർമി കമ്പോസ്റ്റാണ് ഈ അഡീനിയത്തിന് ബെസ്റ്റായിട്ടുള്ള ഫെർട്ടിലൈസർ. ചാണകം കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ ഇലകളായിട്ട് കൂടുതൽ ശാഖകളൊക്കെ ആയി ഇലച്ച് വളരും എന്നല്ലാണ്ട് മൊട്ടുകൾ ഉണ്ടാവുന്നത് കുറവായിരിക്കും. അപ്പം നമുക്ക് ചാണകത്തിൻ്റെ ഉപയോഗം കുറച്ച് എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്ക് അതുപോലെ തന്നെ വെർമി കമ്പോസ്റ്റ് ഇത് മൂന്നും മിക്സ് ചെയ്തിട്ട് കൊക്കോപീറ്റും കൂടി മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ആഴ്ചയിലൊരിക്കൽ അല്ലെങ്കിൽ 10 ദിവസം കൂടുമ്പോൾ സാഫ് ഒരു 2 ഗ്രാം സാഫ് 1 ലിറ്റർ വെള്ളത്തിൽ എടുത്ത് കലക്കി തളിച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. കാരണം ഇതിന് ഈ ഫംഗൽ ഇൻഫെക്ഷനാണ് ഈ അഡീനിയത്തിന് ഏറ്റവും ബാധിക്കുന്ന രോഗം. അപ്പോൾ നമുക്കതിന് സാഫ് കലക്കി കൊടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പ്രതിരോധം കിട്ടും, നല്ല ഹെൽത്തി ആയിട്ട് ചെടികൾ വളരുകയും ചെയ്യും. പിന്നെ ഈ ഒരു പ്ലാന്റ് ഇതിലെപ്പോഴും ഒരു സെറ്റ് പൂവ് ആയിക്കഴിഞ്ഞാൽ അടുത്ത സെറ്റ് പൂവും മൊട്ടും റെഡിയാവും. ഇതുപോലെ വേറൊരു കീടാണിത്. ഇതിങ്ങനെ തിരിള് വരുന്ന സമയത്ത് അതിൻ്റെ മേലെ കൂട് കെട്ടിയിട്ട് ആ തിരിളിനെയൊക്കെ നശിപ്പിക്കും. ഇതും നമുക്ക് കൈകൊണ്ട് എടുത്ത് പോക്കാനേ പറ്റൂ. ഇതിനൊക്കെ നീം ഓയിൽ സ്പ്രേ ചെയ്താലും നല്ലതാണ്. അപ്പോൾ നല്ല നീം ഓയിൽ സ്പ്രേ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട്, അത് എങ്ങനെയാണ് സ്പ്രേ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് അധിക കൂട്ടുകാരും കാണുന്നതെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്. അപ്പോൾ ബൈ, അടുത്ത വീഡിയോ.